വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകം അങ്ങനെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ചക്കിയും മാങ്ങയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ സിനിമയുടെ അയലത്ത് പോകരുത്. കാരണം ഇതിൽ ബോഡി ഷെയ്മിങ് ഇഷ്ടം പോലെയുണ്ട്, റേസിസ്റ്റ് മെന്റാലിറ്റിയുള്ള ആൾക്കാരുണ്ട്, ജാതിയെ പറ്റി വരെ പറയുന്നുണ്ട്. എപ്പോഴും പറയുന്നതാണ് ഒപ്പീനിയൻസ് ആർ ലൈക്ക് ആസോൾസ്, എവ്രിബഡി ഹാസ് വൺ ആൻഡ് ദേ തിങ്ക് എവ്രി വൺ എൽസ് തിങ്സ്. നമുക്കാണ് നമ്മുടെ ഒപ്പീനിയൻ വലുത്, ബാക്കിയുള്ള എല്ലാവർക്കും അതാണ് ശരി വിചാരിച്ച കോമൺ സെൻസ് ഇല്ലാന്നേ പറയുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഏതാണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ചോദിച്ചു വെച്ചാൽ ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ് വന്നു വെച്ചാൽ വിവരമില്ലായ്മ എന്നേ പറയുള്ളൂ. സോ ഇതിൽ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ വന്നിട്ട് 38 വയസ്സായ ഒരാളാണ്. ആളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ 22 to 29 വയസ്സുള്ള കുട്ടികളെ മാത്രമേ കിട്ടുള്ളൂ. ആളുടെ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഫേസ്ബുക്ക് അമ്മാവൻ എന്ന് വേണമെങ്കിൽ പറയാം. അറ്റ് ദ സെയിം ടൈം വേണമെങ്കിൽ ഒരു മെയിൽ ഷോവനിസ്റ്റ് പിഗ് എന്നും പറയാം. സോ കൊച്ചിനാണ് വെച്ച പനങ്കൊല്ല പോലെ മുടി വേണം, ഐശ്വര്യ റായെ പോലെ ആയിരിക്കണം കാണാൻ, സാമ്പാർ എലിശ്ശേരി എല്ലാം ഉണ്ടാക്കാൻ അറിയണം, കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പാടില്ല, അടുക്കളയിലാണ് താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്. വിനീത് ശ്രീനിവാസൻ മാത്രമല്ല, ഇവരുടെ ഫാമിലി ഈ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയാണ്. വാട്ട് എൽസ് ഡു യു എക്സ്പെക്ട് ഫ്രം ദം? സോ ആദ്യം എടുത്ത് പറയേണ്ട ഇതിലത്തെ നായികന്മാരെ പറ്റിയിട്ടാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കയാദു ഉണ്ട്, നിഖില വിമൽ ഉണ്ട്, ഇസാ തൽവാർ ഉണ്ട്. സോ കയാദുവിനൊക്കെ ഈ എന്തിനാ കൊണ്ടുവന്നത് മനസ്സിലാവാതെ, ഈ പാടത്ത് വെക്കുന്ന കോലത്തിന് സിനിമയിൽ ഇതിലും റോൾ ഉണ്ടാവും. വിനീത് ശ്രീനിവാസനെ കണ്ടിട്ട് കിസ് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ക്യാരക്ടർ, ഒരു ബന്ധവുമില്ല, ഏതൊരുത്തിനെ കാണുമ്പോഴേക്കും പോയി കിസ് അടിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയുടെ ഉള്ളിലെ ക്യാമറാമാൻ കം ഫോട്ടോഗ്രാഫർ ആണ്, വല്ലവന്റെ ഒക്കെ പടം എടുത്തു കൊടുക്കുന്നു, പോണു. സോ കയാദു ഒക്കെ വന്നിട്ട് 19ാം നൂറ്റാണ്ടിൽ പീക്ക് ലെവൽ പെർഫോമൻസ് ചെയ്ത ആള്, വൈ ഡു യു ഡു സച്ച് സ്റ്റുപ്പിഡ് റോൾസ് എന്നാ ചോദിക്കാനുള്ളത്. പിന്നെ അടുത്ത് നമ്മുടെ നിഖില വിമൽ ഉണ്ട് ഈ സിനിമയിൽ. മെപ്പടിയാനിൽ ഒരു തേങ്ങയില്ല വന്നിട്ട് കൊട്ടത്തേങ്ങ പോലും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ പറയുന്ന കേട്ടാത്തൊന്നും ഒരു 100 ഓസ്കാർ 150 നാഷണൽ അവാർഡൊക്കെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ടെന്ന്. ഇഷാ തൽവാർ വരുന്നുണ്ട്. ഇഷാ തൽവാറിന്റെ അടുത്ത് പറഞ്ഞ തട്ടത്തിൻ മറയത്ത് പോലെ ഭയങ്കര പ്രയോറിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് തട്ടത്തിൻ മറയത്തിന്റെ മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് വന്നു പോകുന്നുണ്ട്. സോ ഈ സിനിമ വന്നിട്ട് സൂപ്പർ ഫൺ ലോഫ്റ്റർ റൈറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് മൊമെന്റ്സ്, ചിരിക്കാനുള്ള സർട്ടൻ മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒക്കെ വെറുപ്പിച്ച് കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടൊരു പടമായിട്ടാ തോന്നി. സ്റ്റിൽ വിനീത് ശ്രീനിവാസന്റെ കിടിലം പെർഫോമൻസ്, അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റാൻഡം ക്ലിപ്സ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ്. 2 മണിക്കൂർ പടത്തില് ഒരു 1/2 മണിക്കൂർ കുണ്ടനാണ് പറഞ്ഞിട്ട് കളയും. ഒരു 15 മിനിറ്റ് ഒരു ലെസ്ബിയൻ ഒരു 2 പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് കളയും. പിന്നെ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അവിടുന്ന് പണങ്ങി കല്യാണം പെണ്ണ് കാണാൻ ശനി ഞായർ പോണു, വീണ്ടും അവിടുന്ന് ബാഗ് പാക്ക് ചെയ്യുന്നു, ജോലിക്ക് വരുന്നു, പോണു വരുന്നു തന്നെ ഈ പടത്തിലുള്ളൂ. ആൻഡ് ഇഷ്ടം പോലെ അനാവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര വെറുപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. ഡെഫിനറ്റ്ലി ഇത് സൂപ്പർ ഫണ്ണായിട്ട് ലോഫ്റ്റർ റൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ആമസോൺ പ്രൈമിൽ ഔട്ട്സൈഡ് ഇന്ത്യയാണ് റിലീസ് ആയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക. സോ ചിലവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ദിലീഷ് പോത്തൻ അങ്ങനെ ആരൊക്കെ പറയേണ്ടായിരുന്നു, മലയാളികൾ മാത്രമാണ് ടെലഗ്രാമിന് ഒരു OTT പ്ലാറ്റ്ഫോം ആയിട്ട് കാണുന്നതെന്ന്. സോ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, എത്ര OTT പ്ലാറ്റ്ഫോം ഉണ്ട്? നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, സോണി ലിവ്, മനോരമ മാക്സ്, HR, സൈന പ്ലേ, പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ, അതിന്റെ ഇടയ്ക്ക് വേറെ 2 എണ്ണം വേറെ, ETV വിന്ന്. സോ ഇത്രയും OTT സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആൾക്കാരെ പൈസ ചോറുണ്ണാൻ നോക്കോ അതോ സിനിമ കാണാൻ നോക്കോ? സിനിമ ഈസ് ഓൾവേസ് ലക്ഷറിയാണ്. സോ നിങ്ങൾ ആദ്യം ഈ സപ്ലൈ പറയുന്ന സാധനം വന്നിട്ട് കുറയ്ക്കാൻ നോക്ക്. അപ്പൊ തന്നെ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് നിർത്തും. ഒന്നെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് വന്നിട്ട് എല്ലാ OTT പ്ലാറ്റ്ഫോംസിന്റെയും സബ്സ്ക്രിപ്ഷൻ കിട്ടുക, ഡെഫിനറ്റ്ലി 90% ഓഫ് ദ പീപ്പിൾ എടുക്കും. ഇതോ എല്ലാത്തിനും 1000 രൂപ വെച്ച് കൊടുക്കാം. പിന്നെ എവിടുന്ന് ജീവിക്കുന്നത്? നിങ്ങൾക്ക് മാത്രം കാശ് കിട്ടിയാൽ മതിയാ, സാധാരണക്കാരന് ജീവിക്കണ്ടേ? സോ ആദ്യം ഈ ടെലഗ്രാമിൽ സിനിമ ഇറങ്ങുന്ന ആ സപ്ലൈ പ്രിവെന്റ് ചെയ്യാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ഡയലോഗ് അടിക്കുക. സോ സിനിമ വന്നിട്ട് ആമസോൺ പ്രൈമിൽ ഔട്ട്സൈഡ് ഇന്ത്യ അവൈലബിൾ ആണ്. സൂൺ മനോരമ മാക്സിലൊക്കെ വരും. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം.